അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ വസ്തുതകൾ അവിടെ നിലനിൽക്കുന്നു. ഇത് അവരുടെ വിജയമാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത് എങ്കിൽ അത് കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് ആ സംഘടനയ്ക്ക് മാത്രം വിട്ടുകൊടുക്കാവുന്ന വിലയിരുത്തലുകളാണ്. ഞാനതിന് പറയാൻ ആളല്ല. ഞാൻ പറഞ്ഞ വസ്തുതകൾ അത് അവിടെ വസ്തുതകളായി നിൽക്കുന്നുണ്ട്. അത് പരിശോധിക്കപ്പെടുകയോ കുഴിച്ചുമൂടുകയോ ചെയ്യാം. കുഴിച്ചുമൂടിയാൽ രാഷ്ട്രീയമായ ഇടതുപക്ഷത്തിന് എളുപ്പത്തിൽ തന്നെ UDF പരാജയപ്പെടുത്താനുള്ള വഴികളാണ് തുറന്നു കിട്ടുക. ഏത് തരത്തിലാണെങ്കിലും ആ അനഭിലഷണീയമായിട്ടുള്ളൊരു കൂട്ടുകെട്ടാണ് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായ ഒരു ജനാധിപത്യ പാർട്ടിയിൽ പുലരുന്നത് എങ്കിൽ അത് ആവർത്തിച്ച് ഞാൻ പറഞ്ഞു, തെളിവുകൾ സഹിതം പറഞ്ഞു. ഇപ്പോഴും ആ ഡീലൊക്കെ തന്നെയാണ് നടപ്പിലാവുന്നത്. അത് സംസ്ഥാന വ്യാപകമായി ആരുടെ വോട്ട് വാങ്ങണമെന്ന് പ്രതിപക്ഷ നേതാവിൻ്റേതായിട്ടുള്ള നിർദ്ദേശങ്ങൾ, അത് പ്രാദേശികമായി നടപ്പിലാക്കേണ്ടുന്നതിൻ്റെ വഴികൾ, അങ്ങനെയൊക്കെ സംഭവിച്ചതിൻ്റെ പരിണത ഫലമാണ് BJPയിൽ നിന്നും SDPയിൽ നിന്നും ഒരേപോലെ ഒരേ സമയം വോട്ട് വാങ്ങാനുള്ള ആ ഒരു രാഷ്ട്രീയ പാപ്പരത്വം, അത് ജനത്തിൻ്റെ മുന്നിൽ കെട്ടിയാടാനുള്ള, അല്ലെങ്കിൽ അത് മറച്ചു പിടിച്ചുകൊണ്ട് വലിയൊരു വിജയമാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് വീമ്പിളക്കുന്നതിലെ അതിൻ്റെയൊക്കെ ഒരു വല്ലായ്മ അത് UDF തിരിച്ചറിയുന്നില്ലെങ്കിൽ ആ മുന്നണിക്ക് നല്ല വരുത്തട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അങ്ങനെയൊന്നും അതിനെ വിലയിരുത്താൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഒരു 1500 വോട്ട് ജനം വെറുതെ നമുക്ക് അറിഞ്ഞു നൽകില്ലല്ലോ. ജനം വോട്ട് ചെയ്തു. അതായത് വോട്ട് മൊത്തത്തിലുള്ള വോട്ട് ഷെയർ, വോട്ട് കുറഞ്ഞിട്ടും നിങ്ങൾക്കറിയാലോ വോട്ട് എത്ര എണ്ണം കുറഞ്ഞു എന്നുള്ളത്. അത്രയും വോട്ട് കുറഞ്ഞിട്ടും 1500-ലേറെ വോട്ട് 2021 അസംബ്ലിയിൽ നിന്നും 2000-ലേറെ വോട്ട്. അങ്ങനെയല്ല പറയുന്നത്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ചോദിച്ചാൽ ഉത്തരവാവില്ലല്ലോ. ഇതിൻ്റെ ഇടയിൽ എവിടെയോ ഒരു ഉത്തരം കിടക്കാമല്ലോ. അത് കണ്ടെത്താനുള്ള സമയവും സാവകാശം കൂടി വേണം. എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ തീരുമാനങ്ങൾ ഒരിക്കലും വിവാദങ്ങൾ നമ്മുടെ ക്യാമ്പയിനെ വഴിതെറ്റിച്ചിട്ടില്ല. വിവാദങ്ങൾ ഉണ്ടാക്കിയ നമ്മളല്ല, വസ്തുതകളെ പരാമർശിച്ച് നമ്മൾ അതിനെ വാർത്തയാക്കി എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഈ ജില്ലയിലൊക്കെ തന്നെയല്ലേ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. ഇനി നടത്താൻ ഉദ്ദേശിക്കുന്നത് ഈ ജില്ലയിൽ തന്നെയാണ്. അതിലൊരു തർക്കവുമില്ല. അയ്യോ, അത് മത്സരിപ്പിച്ചത് ഒരു മുന്നണിയാണ്. ആ മുന്നണിയുടെ താല്പര്യത്തിനനുസരിച്ച് ഒരു സ്ഥാനാർത്ഥിയാകുമെന്നുള്ള പ്രതീക്ഷയാണ്. ഒരു ശതമാനം പോലും നമുക്കതിലൊരു ഖേദമോ അതിലൊരു നിരാശയുമില്ല. കാരണം ഇതൊരു വലിയ രാഷ്ട്രീയമായിരുന്നു. ആ രാഷ്ട്രീയ പോരാട്ടം കൃത്യമായി ഏറ്റെടുത്ത് നടത്താൻ ഞാൻ പറഞ്ഞില്ലേ, ഒരു മുന്നണിയുടെ പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ പരകോടിയിൽ എത്തിച്ച പ്രവർത്തനമായിരുന്നു. ഇന്ന് വോട്ട് എണ്ണിയപ്പോഴല്ലേ ഈ 18,000-ന്റെ കഥയുണ്ടായുള്ളൂ. വോട്ട് എണ്ണുന്ന നിമിഷം വരെ 3000-ന് കഴിച്ചിലായാൽ കഴിച്ചിലായി എന്ന് വിശ്വസിച്ചിരുന്നവരെയല്ലേ 36 ദിവസം രാഷ്ട്രീയമായി ഈ മണ്ഡലത്തിൽ തളച്ചിട്ടത്. അത് ചില്ലറ കാര്യമല്ല എന്നുള്ളതിന്റെ ആത്മവിശ്വാസം ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർക്ക് ഈ ജില്ലയിലുണ്ട്, നേതൃത്വത്തിനുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും നല്ല ഉത്തമനായിട്ടുള്ള സ്ഥാനാർത്ഥിയായിരുന്നു സരിൻ. അതിലൊരു തെറ്റും പറ്റിയിട്ടില്ല. തോറ്റു എന്നുള്ളത് കൊണ്ട് സരിൻ ഉത്തമനല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല. ഉത്തമനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ പ്രാവശ്യം നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞല്ലോ, വർഗീയതയെ കൂട്ടുപിടിച്ചുണ്ടാക്കിയ ഒരു വിജയം മാത്രമാണ്. ആ വിജയത്തിൽ UDF ആഹ്ലാദിച്ചോട്ടെ, പക്ഷേ അതിൻ്റെ പിറകിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടകരമായ ഒരു രാഷ്ട്രീയമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അതിന് UDF ഉത്തരം പറയേണ്ടി വരും, കോൺഗ്രസ് നേതൃത്വം ഉത്തരം പറയേണ്ടി വരും. ഞാൻ ചോദിക്കട്ടെ, ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് പല വിഷയങ്ങളും ഉയർന്നു വരും. ആ ഉയർന്നു വരുന്ന വിഷയങ്ങളെ ബഹുജന മധ്യത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് എല്ലാ തെരഞ്ഞെടുപ്പ് രംഗത്തും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുന്നണി പ്രസ്ഥാനങ്ങളും ചെയ്യുന്നതാണ്. അതുതന്നെയാണ് ഈ മണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിർവഹിച്ചത്. അപ്പോൾ അതെല്ലാം വോട്ടായി മാറിയോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ. ജനം ആർക്കാണോ കൂടുതൽ വോട്ട് ചെയ്യണത് അവരല്ലേ ജയിക്കുക. CPM-ന്റെ ഒരു കേഡറായിട്ട് മാറാനുള്ള പ്രവർത്തനത്തിനാണല്ലോ ഞാൻ തുടക്കം കുറിച്ചിരിക്കുന്നത്. അതിലേക്ക് അതിൻ്റെതായ കാര്യങ്ങൾ ഓരോന്നോരോന്നായി ചിട്ടയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ്. സൈബർ പോരാളി എന്നുള്ളതൊരു വില കുറഞ്ഞ പ്രയോഗമായിട്ടാണ് ഉദ്ദേശിച്ചതെങ്കിൽ എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ പോസിറ്റീവ് അർത്ഥത്തിൽ പറയുന്നു. ഈ സൈബർ ഇടത്തിൽ പറയുന്ന ആശയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് രാഷ്ട്രീയത്തിലെ പലതും തീരുമാനിക്കപ്പെടുന്നത്. അത് തെറ്റായ രീതിയിൽ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പോകുന്നുണ്ടെങ്കിൽ അതിനെ തിരുത്താനുള്ളൊരു തിരുത്തൽ രീതികൾക്കടക്കം ഇടതുപക്ഷത്തിൻ്റെതായ സൈബർ ഇടങ്ങളെ മാറ്റിയെടുക്കാൻ നിയോഗിക്കപ്പെടുന്ന ചുമതലകളിൽ ഏതു തന്നെയായാലും അത് വളരെ വൃത്തിയായി ചിട്ടയോടുകൂടി ചെയ്യുക. ശീലം അതാണ്. ആ ശീലങ്ങൾ പാലിച്ചിട്ട് തന്നെയാണ് പോവുക. നിങ്ങൾ എന്തായാലും വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് സന്തോഷമേ ഉള്ളൂ. കുറേ പേര് കുറേ കാലമായിട്ട് കൂടിയുണ്ടായിരുന്നു.
കവർ ചെയ്യാനായിട്ടുള്ളതും അല്ലാത്തതായിട്ട് കുറേ സൗഹൃദങ്ങളുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് അങ്ങനെയും കൂടിയാണല്ലോ. നമ്മൾ പറഞ്ഞതും ചെയ്തതും ശരിവെക്കപ്പെടുന്നത് ആ നിമിഷത്തിൽ മാത്രമല്ല, പിന്നീടൊരു വലിയ ശരിയിലേക്ക് അതൊരു വഴിത്തിരിവാകുമെങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കുക എന്നുള്ളതും അതിൻ്റെ ഒരു പ്രക്രിയയുടെ ഭാഗമാണ്. അതിൻ്റെ ആ കാത്തിരിപ്പിൻ്റെ സുഖം അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. അത് കുഴപ്പമില്ല. താങ്ക് യു ആൾ. താങ്ക് യു.